Hi friends, I am Jibin Matthew. Welcome to Branch Accounts Part 1. Meaning of branch. Branches are offspring organizations set up at different places by a parental organization known as head office in order to increase its sales territory and sales volume. Head office establishes and controls the activities of different branches under it. ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന പേരൻ്റൽ ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് പ്ലേസിലായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ചൈൽഡ് ഓർഗനൈസേഷനെയാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് ടെറിറ്ററി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഏരിയ ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ വോളിയം ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, യൂണിറ്റ് ഓഫ് സെയിൽ ഇൻക്രീസ് ചെയ്യുക. ഹെഡ് ഓഫീസാണ് ഓരോ ബ്രാഞ്ചുകളുടെയും ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകളെ രൂപകൽപ്പന ചെയ്യുന്നു, അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നു. ബ്രാഞ്ചസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു: ഇൻലാൻഡ് ബ്രാഞ്ചസ് ആൻഡ് ഫോറിൻ ബ്രാഞ്ചസ്. ബ്രാഞ്ചസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻലാൻഡ് ബ്രാഞ്ചസും ഫോറിൻ ബ്രാഞ്ചസുമാണ് അത്. ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ഏത് നേഷനിലാണോ അതേ നേഷനിൽ തന്നെയാണ് ബ്രാഞ്ചസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഹെഡ് ഓഫീസ്, അതിൻ്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാഞ്ചുകളെയൊക്കെ ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറയാം. ഫോറിൻ ബ്രാഞ്ചസ്, ഹെഡ് ഓഫീസും ബ്രാഞ്ചുകളും വേറെ വേറെ നേഷൻസിലാണെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ചുകളെ ഫോറിൻ ബ്രാഞ്ചസ് എന്ന് പറയാനായിട്ട് പറ്റും. ഡെഫിനിഷൻ ഓഫ് ബ്രാഞ്ച്. According to Indian Companies Act 2013, any establishment carrying on either the same or substantially the same activity as that carried on by the head office of the company. ഹെഡ് ഓഫീസ് ചെയ്യുന്ന അതേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതേപോലത്തെ ആക്ടിവിറ്റീസ്, അതേ തരത്തിലുള്ള ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻസിനെയാണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ബ്രാഞ്ച്. ഫസ്റ്റ് one branch at one place. Usually there will be one branch at one place. Even if there are more branches at one place, they will be under different buildings. സാധാരണയായിട്ട് ഒരു ഹെഡ് ഓഫീസിന് ഒരു പ്ലേസിൽ ഒരു ബ്രാഞ്ച് മാത്രമേ കാണുകയുള്ളൂ. കാരണം എല്ലാ ബ്രാഞ്ചുകളും ചെയ്യുന്ന ഒരേ ഫങ്ഷൻസാണ്. അതുകൊണ്ട് തന്നെ ആ ഹെഡ് ഓഫീസിൻ്റെ ഫങ്ഷൻ എന്താണോ അത് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു ബ്രാഞ്ച് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ചില കേസുകളിലൊക്കെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഒരു പ്ലേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എക്സാമ്പിൾ വലിയ ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു സ്ഥാപനത്തിന് തന്നെ 2 ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിലും അത് 2 ബിൽഡിങ്ങിലായിരിക്കും. ഒരു ബിൽഡിങ്ങിൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വലിയ ബ്രാഞ്ചുകളിലൊക്കെയാണ്, ഒരേ വലിയ ടൗണുകളിലൊക്കെ ആണെങ്കിൽ ഒരേ ബാങ്കിന് തന്നെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ്, ഡീലിംഗ് ഇൻ സെയിം ഐറ്റംസ്. All branches of the organization deal in same type of goods or in same line of activities. എല്ലാ ബ്രാഞ്ചുകളും ഒരേ തരത്തിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ബ്രാഞ്ചിൻ്റെയും ഫങ്ഷൻസ് എല്ലാം സെയിം ആയിരിക്കും. ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഫങ്ഷൻസ് സെയിം ആയിരിക്കും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽ നടത്തുന്ന ഗുഡ്സ് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസൊക്കെ സെയിം ആയിരിക്കും. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. Branches are established by
the head office. So capital investment for branches are made by the head office. ബ്രാഞ്ചുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഹെഡ് ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. നെക്സ്റ്റ്, പ്രോഫിറ്റ് അറ്റ് ബ്രാഞ്ച്. ദ എൻറ്റയർ പ്രോഫിറ്റ് ഓഫ് ദ ബ്രാഞ്ചസ് ഗോ ടു ദ ഹെഡ് ഓഫീസ്. ഓരോ ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ അതിൻ്റെ ഹെഡ് ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. നെക്സ്റ്റ്, സെഗ്രിഗേഷൻ ഓഫ് ബ്രാഞ്ചസ്. ദ ബ്രാഞ്ചസ് ആർ യൂണിറ്റ്സ് ഫിസിക്കലി സെഗ്രിഗേറ്റഡ് ഫ്രം ഹെഡ് ഓഫീസ്. ബ്രാഞ്ചസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. എല്ലാ ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസിൽ നിന്ന് ഫിസിക്കലായിട്ട് സെഗ്രിഗേറ്റ് ചെയ്താണ് നിലനിൽക്കുന്നത്. ഒരു ഹെഡ് ഓഫീസ് എവിടെയാണോ അതേ പ്ലേസിൽ തന്നെ ബ്രാഞ്ചുകൾ കാണാറില്ല. ബ്രാഞ്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു പ്ലേസിലായിരിക്കും, കുറച്ച് അകലെയുള്ള പ്ലേസിലായിരിക്കും. എല്ലാ ബ്രാഞ്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച്. യൂഷ്വലി ഓൾ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ചസ് ആർ മെറ്റ് ത്രൂ റെമിറ്റൻസസ് ഫ്രം ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ എല്ലാ എക്സ്പെൻസുകളും പേയ്മെൻറ്റ് നടത്തുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടാണ്. ക്യാഷ് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്നു. ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രാഞ്ചുകൾ പേയ്മെൻറ്റ് നടത്തുന്നത്. ഓരോ പർപ്പസിനും വേണ്ടി ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾക്ക് ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിസൈനിങ് ഓഫ് ദ ബ്രാഞ്ചസ്. ഓൾ ബ്രാഞ്ചസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ലുക്ക് എലൈക്ക്. എല്ലാ ബ്രാഞ്ചുകളും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ബാങ്കുകളൊക്കെ SBIയുടെ എല്ലാ ബ്രാഞ്ചുകളും ഒരേ രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചുകളും ഏകദേശം ഒരേ രീതിയിലാണ്. അതിൻ്റെ ഡിസൈനിങ്ങും കളറും പെയിൻറ്റും എല്ലാം ഒരേ രീതിയിലായിരിക്കും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ചസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ബ്രാഞ്ചസ് മീനിങ് branches are offspring organization set up at different places by a parental organization known as head office to increase sales territory or sales volume. ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന പേരൻ്റൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് പ്ലേസിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ചൈൽഡ് ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുക, സെയിൽസ് ടെറിട്ടറി ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക, യൂണിറ്റ് ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് മീനിങ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ സബ് യൂണിറ്റ് വിച്ച് ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ സം പ്രൊഡക്റ്റ് ഓർ സർവീസസ് വിച്ച് ആർ ഡിസ്റ്റിൻക്റ്റ് ഫ്രം അതർ സെക്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു കമ്പനിയുടെയൊക്കെ സബ് യൂണിറ്റാണ്. അവർ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സർവീസിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, സെഗ്രിഗേഷൻ ഓഫ് യൂണിറ്റ്സ്. ബ്രാഞ്ചസ് ആർ യൂണിറ്റ്സ് ഫിസിക്കലി സെഗ്രിഗേറ്റഡ് ഫ്രം ഹെഡ് ഓഫീസ്. ബ്രാഞ്ചസ് ഹെഡ് ഓഫീസിൽ നിന്നും ഫിസിക്കലായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും ബ്രാഞ്ചസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്നും വളരെ ദൂരെയായിരിക്കും, അല്ലെങ്കിൽ കുറേയെങ്കിലും ദൂരെയായിരിക്കും ബ്രാഞ്ചസ് നിലനിൽക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം ബിൽഡിംഗ് എലോങ് വിത്ത് ദ മെയിൻ ഓഫീസ്. ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നത് മെയിൻ ഓഫീസിനോട് ചേർന്ന് തന്നെയാണെങ്കിൽ സെയിം ബിൽഡിങ്ങിൽ തന്നെയായിരിക്കും, മെയിൻ ഓഫീസിനോട് ചേർന്ന് തന്നെയായിരിക്കും. നെക്സ്റ്റ്, പ്ലേസ് ഓഫ് ബിസിനസ്. ബ്രാഞ്ചസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്, വൺ ബ്രാഞ്ച് ബീയിങ് എവേ ഫ്രം അനദർ ബ്രാഞ്ച്. ബ്രാഞ്ചുകൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെല്ലാം ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും. ഒരു ബ്രാഞ്ച് മറ്റ് ബ്രാഞ്ചിൽ നിന്ന് വളരെയധികം അകലെയായിരിക്കും. തൊട്ടടുത്ത് ബ്രാഞ്ചുകൾ സെറ്റപ്പ് ചെയ്യാറില്ല. ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് വൺ പ്ലേസ് അണ്ടർ ദ സെയിം റൂഫ് ഓഫ് എ ബിൽഡിംഗ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒറ്റ പ്ലേസിലാണ്. ഒരു ബിൽഡിങ്ങിൽ തന്നെയായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി. ബ്രാഞ്ചസ് പെർഫോം ദ സെയിം ആക്ടിവിറ്റി ആസ് ദാറ്റ് ഓഫ് ഹെഡ് ഓഫീസ്.
എല്ലാ ബ്രാഞ്ചുകളും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഹെഡ് ഓഫീസിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് സിമിലർ ആയിരിക്കും. ഹെഡ് ഓഫീസ് ചെയ്യുന്ന അതേ ഫങ്ഷൻസ് തന്നെയാണ് ബ്രാഞ്ചുകളും ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്യാരി ഓൺ ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ടിവിറ്റീസ്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ഫങ്ഷൻ അല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. ഇനി പ്രൊഡക്റ്റിൻ്റെ ബേസിലാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിലല്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പർപ്പസ്. ബ്രാഞ്ചസ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് സെയിൽസ് വോളിയം ആൻഡ് സെയിൽസ് ടെറിട്ടറി ഓഫ് ദ ബിസിനസ്. ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നത് മെയിനായിട്ട് സെയിൽസ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് ടെറിട്ടറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് എഫിഷ്യൻസി ഇൻ ബിസിനസ് ഓപ്പറേഷൻസ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിനായിട്ട് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയാണ്, ബിസിനസ് ഓപ്പറേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓരോ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഓർഗനൈസേഷന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, കൺട്രോൾ. ഹെഡ് ഓഫീസ് ഓഫൺ ഫെയിൽ ടു കൺട്രോൾ ബ്രാഞ്ചസ് ബിക്കോസ് ബ്രാഞ്ചസ് ആർ യൂഷ്വലി സെറ്റപ്പ് അറ്റ് ഫാർ അവേ പ്ലേസസ്. ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ബ്രാഞ്ചുകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഹെഡ് ഓഫീസിൽ നിന്നും കുറേയധികം അകലെയായിരിക്കും ബ്രാഞ്ചുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ സെയിം റൂഫ് എലോങ് വിത്ത് ദ മെയിൻ ഓഫീസ്. ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ ഓഫീസിനോട് ചേർന്ന് തന്നെയാണ്, അത് സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ്. സോ ദ മാനേജ്മെൻറ്റ് ക്യാൻ ഇഫക്റ്റീവ്ലി കൺട്രോൾ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് ദ എൻറ്റയർ ബിസിനസ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് ഇഫക്റ്റീവായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം മെയിൻ ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എൻറ്റയർ ബിസിനസ്സിനെ മാനേജ്മെൻറ്റിന് വളരെ എഫിഷ്യൻ്റായ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഡിവിഷൻ. ബ്രാഞ്ചസ് ക്യാൻ ബി ഐദർ ഇൻലാൻഡ് ഓർ ഫോറിൻ. ബ്രാഞ്ചുകൾ രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇൻലാൻഡും മറ്റൊന്ന് ഫോറിൻ ബ്രാഞ്ചുമാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡ് ഓഫീസ് ഒരു നേഷനിലും അതിൻ്റെ ബ്രാഞ്ച് മറ്റൊരു നേഷനിലുമാണെങ്കിൽ ഫോറിൻ ബ്രാഞ്ചാകും. അങ്ങനെ ബ്രാഞ്ചുകളെ സംബന്ധിച്ച് ഒരു ഓർഗനൈസേഷന് ഇൻലാൻഡ് ബ്രാഞ്ചും ഫോറിൻ ബ്രാഞ്ചും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സെറ്റപ്പ് അറ്റ് വൺ പ്ലേസ് ആൻഡ് ആർ ഇൻലാൻഡ് ഇൻ നേച്ചർ. ഡിപ്പാർട്ട്മെൻറ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നത് വൺ പ്ലേസിൽ തന്നെയാണ്, അതായത് മെയിൻ ഓഫീസിനോട് ചേർന്ന് തന്നെയാണ്, ഒറ്റ ബിൽഡിങ്ങിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോറിൻ എന്നുള്ളൊരു കൺസെപ്റ്റിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതെപ്പോഴും ഇൻലാൻഡ് തന്നെയായിരിക്കും. ഏത് നേഷനിലാണോ മെയിൻ ഓഫീസ് ഉണ്ടായിരിക്കുന്നത് ആ നേഷനിൽ തന്നെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെയായിരിക്കും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ്, ഡിസൈനിങ്. ഓൾ ബ്രാഞ്ചസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ലുക്ക് എലൈക്ക്. എല്ലാ ബ്രാഞ്ചുകളും ഒരേ രീതിയിൽ കാണപ്പെടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ് ഓഫീസ് തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ്ങിന് മുൻകൈ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചുകളും ഒരേ രീതിയിലായിരിക്കും അതിൻ്റെ കളറും ഡിസൈനും ഒക്കെ വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഡിസൈൻഡ് ഡിസ്റ്റിങ്ക്ട്ലി ആസ് പെർ റിക്വയർമെൻറ്റ്സ്. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കേസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സംവിധാനമായിരിക്കില്ല അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന്. എന്ന് പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡിസൈൻ ആയിരിക്കില്ല HR ഡിപ്പാർട്ട്മെൻറ്റിന്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസൈനിങ്ങിലും അവരുടെ ആക്ടിവിറ്റീസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, അലോക്കേഷൻ ഓഫ് എക്സ്പെൻസസ്. അലോക്കേഷൻ ഓഫ് കോമൺ എക്സ്പെൻസസ് ഡസ് നോട്ട് എറൈസ് ഇൻ കേസ് ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ചിൻ്റെ കേസിൽ കോമൺ എക്സ്പെൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. കാരണം ഒരു ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിന് വേണ്ടി മാത്രമുള്ളതാണ്. ബ്രാഞ്ചുകൾ ഫിസിക്കലി സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ
ഒരു എക്സ്പെൻസ് രണ്ടിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഒരു ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അതിനുവേണ്ടി മാത്രം മുടക്കുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ്സ്. അലോക്കേഷൻ ഓഫ് കോമൺ എക്സ്പെൻസസ് എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എ ടഫ് ജോബ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ കോമൺ എക്സ്പെൻസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരൊറ്റ ബിൽഡിങ്ങിൽ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ഓർഗനൈസേഷന് മൊത്തത്തിൽ വരുന്ന ചിലവുകളൊക്കെ ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ചാർജ്, ഫോൺ ചാർജ്, ഇങ്ങനെയുള്ളതൊക്കെ ഓർഗനൈസേഷന് ഒന്നിച്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ ഈ എക്സ്പെൻസുകൾ മുടക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പെൻസുകളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലാക്കി എക്സ്പെൻസുകൾ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെറ്റ് റിസൾട്ട് ഓഫ് ഓർഗനൈസേഷൻ ബ്രാഞ്ചസ്. To find out the net result of the organization, reconciliation of different branch account is necessary. ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി, നെറ്റ് പ്രോഫിറ്റ് അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നെറ്റ് ലോസ് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടി എല്ലാ ബ്രാഞ്ചുകളുടെയും കൂടി അക്കൗണ്ട് റീകൺസിലി ചെയ്ത് വേണം അറിയാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ട്. ഓരോ ബ്രാഞ്ചുകളുടെയും ഓപ്പറേറ്റിംഗ് റിസൾട്ട് റീകൺസിലി ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ്സ്. ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് റിസൾട്ട്, റീകൺസിലിയേഷൻ ഓഫ് അക്കൗണ്ട് ഈസ് നോട്ട് റിക്വയർഡ് ബിക്കോസ് ദെയർ വിൽ ബി എ സെൻട്രൽ അക്കൗണ്ട് ഡിവിഷൻ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ നെറ്റ് റിസൾട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകളെ കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ ഫംഗ്ഷന് വേണ്ടി ഉള്ളതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫംഗ്ഷന് വേണ്ടി ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിന് വേണ്ടി ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റീകൺസിലിയേഷൻ്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ്, മീനിങ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. Branch accounting is a system in which separate books of accounts are maintained for each branch. ഓരോ ബ്രാഞ്ചിനും വേണ്ടി സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. To know the profit or loss at the branch. Head office has to know the profit or loss at branch in order to measure the efficiency of each branch. ഹെഡ് ഓഫീസിന് ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിൻ്റെയും എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിന് വേണ്ടി പറ്റും. കാരണം ഓരോ ബ്രാഞ്ചിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ്, ascertain the financial position of each branch. The head office has to know the financial position of each branch on a particular date. ഹെഡ് ഓഫീസിന് ബ്രാഞ്ചുകളുടെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓരോ ബ്രാഞ്ചും സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ്, ടു മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. ഇൻ ഓർഡർ ടു മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, പ്രോപ്പർ മെയിൻ്റനൻസ് ആൻഡ് ഓഡിറ്റ് ഓഫ് ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഈസ് നെസസറി. നിയമപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഓഡിറ്റിന് വേണ്ടി ഒക്കെ ഹെഡ് ഓഫീസും ബ്രാഞ്ചുകളും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഓരോ ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുകയും അത് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് കമ്മീഷൻ. ബ്രാഞ്ചസ് ആർ ഓഫൺ ഗിവൺ കമ്മീഷൻ ടു ഇറ്റ്സ് ഒഫീഷ്യൽസ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ് ഓർ പ്രോഫിറ്റ്. ടു കാൽക്കുലേറ്റ് the amount of commission payable by branches, proper books of accounts are necessary. സാധാരണയായി ബ്രാഞ്ചിൻ്റെ ഓഫീസേഴ്സിന്
കമ്മീഷൻ കൊടുക്കാറുണ്ട്. കമ്മീഷൻ കൊടുക്കുന്നത് ഒന്നെങ്കിൽ സെയിൽസിനെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റായി സെയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഓഫീസേഴ്സിന് കൊടുക്കാനുള്ള കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഓരോ ബ്രാഞ്ചുകളും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, സജഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ്. To give suggestion for improvement in the working of various branches, proper books of accounts are to be kept. ഓരോ ബ്രാഞ്ചുകളുടെയും വർക്കിംഗ് എഫിഷ്യൻസി എത്രമാത്രമുണ്ടെന്ന് മെഷർ ചെയ്യാനും അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാവുന്നുള്ള സജഷൻസ് കൊടുക്കുന്നതിനുമൊക്കെ വേണ്ടി പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓരോ ബ്രാഞ്ചും സെപ്പറേറ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാവുന്നുള്ള ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, എക്സ്പാൻഷൻ ഡിസിഷൻസ്. ഇൻ ഓർഡർ ടു ടേക്ക് ഡിസിഷൻ ടു എക്സ്പാൻഡ് ബിസിനസ്, പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ബ്രാഞ്ച് ഈസ് ടു ബി അസർട്ടൈൻഡ്. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ. ഓരോ ബ്രാഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി അറിയണം. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി അറിയണം. ഇതറിഞ്ഞെങ്കിൽ മാത്രമേ ഏതൊക്കെ ബ്രാഞ്ചുകൾ ആണ് എക്സ്പാൻഷന് വേണ്ടി സാധ്യതയുള്ളത്, ഏതൊക്കെ ബ്രാഞ്ചുകൾ എക്സ്പാൻഡ് ചെയ്യണം, ഏതൊക്കെ ബ്രാഞ്ചുകളാണ് പ്രോഫിറ്റിൽ പോകുന്നത്, ഏതൊക്കെ ബ്രാഞ്ചുകളാണ് ലോസിൽ പോകുന്നത് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പാൻഷൻ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രോഫിറ്റിൽ പോകുന്ന ബ്രാഞ്ചുകളെ നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാം. ലോസിൽ പോകുന്ന ബ്രാഞ്ചുകളെ നമുക്ക് ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ് സ്വീകരിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ്പാൻഷൻ ഡിസിഷൻ എടുക്കണമെങ്കിലും സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ബ്രാഞ്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ച് അക്കൗണ്ടിങ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. മീനിങ്, branch accounts are prepared for branches. ബ്രാഞ്ചുകൾക്ക് വേണ്ടി അല്ലെ ഓരോ ബ്രാഞ്ചിനും വേണ്ടി അക്കൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അക്കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പ്ലേസ് ഓഫ് കീപ്പിംഗ് അക്കൗണ്ട്സ്. All branch accounts except that of independent branches are kept by the head office. സാധാരണയായിട്ട് ബ്രാഞ്ച് അക്കൗണ്ടുകളെല്ലാം സൂക്ഷിക്കുന്നത് ഹെഡ് ഓഫീസാണ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലാണ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസിൽ മാത്രമാണ് ബ്രാഞ്ചുകൾ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അവർ അക്കൗണ്ട് പൂർണ്ണമായിട്ട് അവരായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻസിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണ്. അവരുടെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ബ്രാഞ്ചുകൾ തന്നെയാണ്. അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ ഒഴികെയുള്ള ബ്രാഞ്ചുകളെല്ലാം അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നത് ഹെഡ് ഓഫീസിലാണ്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസാണ് അവരുടെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓൾ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് അറ്റ് വൺ പ്ലേസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് അക്കോർഡിംഗ്ലി. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ എല്ലാ അക്കൗണ്ടുകളും സൂക്ഷിക്കുന്നത് മെയിൻ ഓഫീസിലല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് ഇല്ല. ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവരുടെ അക്കൗണ്ട് ചെയ്യുന്നില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ട്സ് ചെയ്യുന്നത് ഒരൊറ്റ പ്ലേസിലാണ്. അത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ഇതൊക്കെ സൂക്ഷിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഓഫീസിലായിരിക്കും. നെക്സ്റ്റ്, അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ്. ബ്രാഞ്ചസ് ആർ സെറ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. ദ പ്രോബ്ലം ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഡസ് നോട്ട് അറൈസ്. ബ്രാഞ്ചുകൾ ഡിഫറെൻറ്റ് പ്ലേസിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോമൺ എക്സ്പെൻസുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പെൻസിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിലേക്കായിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. കാരണം ഓരോ ബ്രാഞ്ചും ഡിഫറെൻറ്റ് പ്ലേസിലാണ്.
ഓരോ ബ്രാഞ്ചും ഓരോ പ്ലേസിലായതുകൊണ്ട് തന്നെ കോമൺ എക്സ്പെൻസുകൾ 2-3 ബ്രാഞ്ചിന് കോമൺ ആയിട്ടുള്ള എക്സ്പെൻസുകളൊന്നും വരാനുള്ള സാധ്യതകളില്ല. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്. ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സെറ്റ് അണ്ടർ ദ സെയിം റൂഫ്, സോ ദ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് എക്സ്പെൻസസ് വിൽ അറൈസ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ചായിരിക്കും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഒരൊറ്റ പ്ലേസിലാണ്, ഒരൊറ്റ ബിൽഡിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ പല എക്സ്പെൻസുകളും പല കോമൺ എക്സ്പെൻസുകളും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എന്തിൻ്റെയെങ്കിലും കോമൺ റേഷ്യോയിൽ കോമൺ ബേസിൽ ഡിവൈഡ് ചെയ്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിലാണ് എപ്പോഴും അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും ഒക്കെ വരുന്നത്, എക്സ്പെൻസിൻ്റെ അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും ഒക്കെ വരുന്നത്. നെക്സ്റ്റ്, റീകൺസിലിയേഷൻ ഓഫ് അക്കൗണ്ട്സ്. അണ്ടർ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് റീകൺസിലിയേഷൻ ഓഫ് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് റിക്വയർഡ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിലാണെങ്കിൽ, അതായത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രാഞ്ചുകളാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, അവരുടെ കേസിലാണെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടുമായിട്ട് ഈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടുകൾ റീകൺസിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അവർ സ്വന്തമായിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആർ കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ദോസ് ബ്രാഞ്ചസ് ഓപ്പറേറ്റ് ലൈക്ക് ഓട്ടോണമസ് ബിസിനസ് യൂണിറ്റ്. Such branches may purchase goods from outside, manufacture goods by themselves and sell at their own terms and conditions. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് അവർ തന്നെ അവരുടെ ഫുൾ അക്കൗണ്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു ഓട്ടോണമസ് ബിസിനസ് യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും അവരുടെ ബിസിനസ്സിലൊന്നും ഹെഡ് ഓഫീസ് ഇടപെടുന്നില്ല. അവർ സ്വന്തമായിട്ട് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കും. സെയിലുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ അവർ തന്നെ സെറ്റപ്പ് ചെയ്യും, അവർ തന്നെ ഫോം ചെയ്യും. അവർ ഗുഡ്സൊക്കെ പുറത്തു നിന്ന് വാങ്ങിക്കും. ഹെഡ് ഓഫീസിൽ നിന്നല്ലാതെ പുറത്തു നിന്ന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. അവർ തന്നെ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യും. അതുപോലെ തന്നെ അവർ തന്നെ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് സെയിൽ നടത്തും. അങ്ങനെ പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബ്രാഞ്ചുകളുടെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് തന്നെ അവരുടെ അക്കൗണ്ടുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ടുമായിട്ട് റീകൺസിൽ ചെയ്തെങ്കിൽ മാത്രമേ ആക്ച്വൽ റിസൾട്ട് ഓർഗനൈസേഷൻ്റെ ആക്ച്വൽ റിസൾട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇൻ കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്, ദ ക്വസ്റ്റ്യൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് റീകൺസിലിയേഷൻ ഓഫ് അക്കൗണ്ട് ഡസ് നോട്ട് അറൈസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിൻ്റെ കേസ് ഇങ്ങനെ റീകൺസിലിയേഷനോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെ സെൻട്രൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് കറൻസി. ഇഫ് ദ ബിസിനസ് ഹാവ് ഫോറിൻ ബ്രാഞ്ചസ്, ദ പ്രോബ്ലം ഓഫ് കൺവേർഷൻ ഓഫ് ഫോറിൻ ബ്രാഞ്ച് ഫിഗേഴ്സ് മേ അറൈസ് അറ്റ് ദ ടൈം ഓഫ് ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഹെഡ് ഓഫീസ്. അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് യൂണിറ്റിന് ഫോറിൻ ബ്രാഞ്ചുകളുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫോറിൻ ഫിഗേഴ്സ്, അതായത് ഫോറിൻ കറൻസിയിലുള്ള ഫിഗേഴ്സൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഡൊമസ്റ്റിക് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കറൻസി കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ ബ്രാഞ്ച് അക്കൗണ്ട്സുകളിൽ ഉണ്ടാവും. അത് എല്ലാ ബ്രാഞ്ച് അക്കൗണ്ടിലും ഉണ്ടാകത്തില്ല. ഒരു ബിസിനസ് യൂണിറ്റിന് ഫോറിൻ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കറൻസി കൺവേർഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് നോക്കാം. ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ അറ്റ് വൺ പ്ലേസ്, so the problem of conversion of currency does not arise at the time of finalization of accounts. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേ സ്ഥലത്താണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ ഇൻലാൻഡ് ഫോറിൻ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, എല്ലാം ഇൻലാൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കറൻസി കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിൻ്റെ കേസിൽ ഉണ്ടാകാറില്ല. നെക്സ്റ്റ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. The problem of unrealized profit in stock does not arise as branches transfer goods to other branches, usually at a cost price. ഒരു ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും സാധാരണ രീതിയിൽ.
അതുകൊണ്ട് തന്നെ അങ്ങനെ കോസ്റ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന പ്രോഫിറ്റിൻ്റെ ഇലമെൻറ്റ് ആ സ്റ്റോക്കിനകത്ത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കുറവാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ കേസിൽ. കോസ്റ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലാണ് സാധാരണ കോസ്റ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ എല്ലായ്പ്പോഴും കോസ്റ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യാവൂ എന്നൊന്നും നിർബന്ധമില്ല. ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ്. ദ പ്രോബ്ലം ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക് യൂഷ്വലി അറൈസസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ട്രാൻസ്ഫർ ഗുഡ്സ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗുഡ്സ് കൊടുക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേറ്റഡ് പ്രൈസിലാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്നും പ്രൈസ് കൂട്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്ന് എത്ര രൂപയാണോ കൂടുതൽ അതിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സിൽ കൂടുതലായിരിക്കും, ബ്രാഞ്ച് അക്കൗണ്ടിൽ താരതമ്യേന കുറവായിരിക്കും. Next, methods of preparation of accounts. Branch account. There are various methods for maintaining branch account. They are debtor system, stock and debtor system, final account system, wholesale branch system. ബ്രാഞ്ച് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള സിസ്റ്റംസ് ആണ്. പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഡെറ്റർ സിസ്റ്റം ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം ഉണ്ട്, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ഉണ്ട്, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ്. There are only two methods for maintaining departmental accounts. രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. നോട്ട് മെയിൻറ്റെയിനിങ് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടി സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലാത്ത മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ്. ബ്രാഞ്ച് അക്കൗണ്ട്. ദ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം, എസ്പെഷ്യലി ഇൻ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം, ആർ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇപ്പം സാധാരണയായിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ടെന്ന് പറഞ്ഞു. 4 മെത്തേഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം. സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിനായിട്ടുള്ള അക്കൗണ്ടുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാഞ്ച് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. നെക്സ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ്. ദ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ആർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിൻ്റെ കേസിൽ 2 അക്കൗണ്ടുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് അക്കൗണ്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെ 2 അക്കൗണ്ടുകൾ മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.